തരൂരിന്റെ ലേഖനത്തിൽ കോൺഗ്രസ് അലോസരപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലി വീണ്ടും ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. കത്തിച്ചിട്ട് കൊടുത്താൽ എന്തുമേതും വിവാദമാക്കുവാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബീഹാർ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അതുപോലെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തെത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ എടുത്തു കുത്തുവാൻ പറ്റിയ എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കും എന്നത് സ്വാഭാവികം മാത്രം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 പ്രോജക്ട് സിൻഡിക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ പൊളിറ്റിക്സ് ആർ എ ഫാമിലി ബിസിനസ് എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പ്രോജക്ട് സിൻഡിക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ഈ ലേഖനം മംഗളം ദിനപത്രത്തിൽ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി എന്ന തലക്കെട്ടോടെ മലയാളത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മുടെ അണ്ണന്മാർ എങ്ങനെയോ ഇത് വായിക്കുകയും വിവാദമാകുകയും ആയിരുന്നു. നെഹ്റു കുടുംബത്തെ അപമാനിച്ചേ എന്നും പറഞ്ഞാണ് ഇന്ന് രാവിലെ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കന്മാർ കേരളത്തിൽ കിടന്ന് വലിയ വായിൽ നിലവിളിക്കുന്നത്. എന്നാൽ ഈ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം ഗാന്ധി നെഹ്റു കുടുംബാധിപത്യം മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും കുടുംബാധിപത്യത്തെക്കുറിച്ച് തരൂർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്രകാരമുള്ള എത്ര പേർ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിപ്പുണ്ടെന്നും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നു. നെഹ്റു ഗാന്ധി വംശത്തിന്റെ പിന്തുടർച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിൽ ആരംഭിച്ച് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി കടന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി, MP പ്രിയങ്ക ഗാന്ധി വദ്രയിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് ഈ കുടുംബാധിപത്യം ഗാന്ധി കുടുംബത്തിൽ നിന്നും പടർന്ന് രാജ്യത്തെ മറ്റു പാർട്ടികളിലേക്ക് പടരുകയും രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ആശയം എല്ലാ പാർട്ടികളിലേക്കും, എല്ലാ മേഖലകളിലേക്കും, എല്ലാ തലങ്ങളിലേക്കും രൂഢമൂലമായി എന്നും തരൂർ പറയുന്നു. കോൺഗ്രസിലെ കുടുംബവാഴ്ച മാത്രമല്ല തരൂർ പ്രതിപാദിക്കുന്നത്. സമാജ്വാദി പാർട്ടി, ശിവസേന, ലോക് ജനശക്തി പാർട്ടി, ശിരോമണി അകാലിദൾ, PDP, തമിഴ്നാട്ടിലെ DMK എന്നീ പാർട്ടികളെ മാത്രമല്ല ജമ്മു കാശ്മീരിലെ അബ്ദുള്ളമാരെ വരെ കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ഭാരത രാഷ്ട്ര സമിതി സ്ഥാപകൻ K. ചന്ദ്രശേഖർ റാവുവിന്റെ മകനും മകളും തമ്മിൽ നടക്കുന്ന പിന്തുടർച്ചാവകാശ പോരാട്ടത്തെയും അദ്ദേഹം ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പ്രതിഭാസം ഏതാനും പ്രമുഖ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഗ്രാമസഭകൾ, നിയമസഭ തുടങ്ങി പാർലമെന്റിന്റെ ഉന്നത തലങ്ങൾ വരെ ഇത് ആഴത്തിൽ വേരുന്നിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണമെന്നും ഇതിനായി വോട്ടർമാർക്ക് അവബോധം നൽകണമെന്നും അവരെ ശാക്തീകരിക്കുവാനുള്ള കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും തരൂർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കുവാൻ കഴിയില്ലെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നു. കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിവ്, പ്രതിബദ്ധത, താഴെത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം എന്നിവയേക്കാൾ പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഗുണനിലവാരം കുറയുന്നു എന്നും തരൂർ തന്റെ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നു. ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ചെറിയൊരു കൂട്ടത്തെ മാത്രം പരിഗണിക്കുന്നത് ഒരിക്കലും പ്രയോജനകരമല്ലെന്നും തരൂർ വ്യക്തമാക്കുന്നു. കോൺഗ്രസിനെ കുത്തി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം പുകഴ്ത്തി രംഗത്തെത്തിയ തരൂർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. BJP കോൺഗ്രസിനെ വിമർശിക്കുവാൻ ഉപയോഗിക്കുന്ന കുടുംബവാഴ്ച ആരോപണം ഉയർത്തി തന്നെയാണ് തരൂരും ഇത്തവണ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ലേഖനത്തിലെ വിമർശനത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്ത് പ്രതികരിക്കാനാണല്ലേ? തരൂർ പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ടുന്ന അവസരം ഇതായിരുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. എന്തുകൊണ്ടാണ് തരൂർ ഇപ്രകാരം തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ശശി തരൂരിന് വേണ്ടുന്ന ഒരു പരിഗണന കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല എന്നതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഗാന്ധി കുടുംബം വെച്ചിരിക്കുന്ന റബ്ബർ സ്റ്റാമ്പ് ഖാർഖെയെ നോക്കുക. ഈ കണ യാതൊരു കാരണവശാലും ഇന്നോ നാളെയോ പാർട്ടിക്കോ തങ്ങൾക്കോ ഒരു വെല്ലുവിളിയും ഉയർത്തില്ല. ഇയാൾ ഇരിക്കുന്നിടത്തോളം കാലം ഗാന്ധി ഫാമിലിയുടെ കോൺഗ്രസ് പാർട്ടിയിന്മേലുള്ള നിയന്ത്രണം പോകില്ല എന്നുറപ്പാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു പാഴിനെ ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. തരൂരിനെ പോലെയുള്ള കാലിബറുള്ള ഒരാൾക്ക്
എങ്ങനെ ഈ ഖാർഖയുടെയും രാഹുലിന് ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്ന സാമാന്യബോധം പോലും ഇല്ലാത്ത ആലപ്പുഴ കോവാലിൻ്റെയും ഒക്കെ കീഴിൽ നിൽക്കുവാൻ സാധിക്കും? ഇത്തരം മുണ്ണകളെ വെച്ച് ദിനംപ്രതി പാർട്ടി താഴേക്ക് പോകുന്നു. അപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ നെഹ്റുവിൻ്റെ ശുക്ലത്തിൻ്റെ പെരുമയും പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കഴിവിൻ്റെ മാനദണ്ഡത്തിൽ വേണ്ടേ നേതൃനിരയെ തിരഞ്ഞെടുക്കേണ്ടുന്നത് എന്ന് തരൂർ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? കേരളത്തിൽ നോക്കുക, ഇവന്മാരുടെ വെറും പിടിച്ചുവെപ്പുകാരന്മാരായി ഇവരുടെ കൂടെ നിൽക്കും എന്നുറപ്പുള്ള ഒരു അരമനക്കൊണ്ടനെ പിടിച്ച് KPCC അധ്യക്ഷനാക്കി. സകലകാലത്തും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആഭാസൻ കേക്കച്ചനെ പിടിച്ച് പ്രതിപക്ഷ സ്ഥാനത്തിരുത്തിയിരിക്കുന്നു. തരൂരിൻ്റെ 7 അയൽപക്കത്ത് നിൽക്കുവാൻ ശേഷിയില്ല എന്ന് സ്വയമായി അറിയാവുന്ന ഇവന്മാരെല്ലാം ചേർന്ന് തരൂരിനെ ഒറ്റപ്പെടുത്തുന്നു, പുകച്ച് പുറത്തു ചാടിക്കുവാൻ ശ്രമിക്കുന്നു, പാരപണിയുന്നു. അതുപോലെ ആശ്രിത നിയമനം കിട്ടിയ കേരളത്തിലെ നേതാക്കന്മാരുടെ മക്കളെയോ അവരുടെ ഭാര്യമാരെയോ ഒക്കെ നോക്കുക. ഇവറ്റകളെ ചുമക്കേണ്ടുന്ന ആവശ്യകത ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടോ? ഇങ്ങനെ വരുമ്പോൾ, ഒതുക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ തരൂരും തൻ്റെ നിലനിൽപ്പിനായി എവിടെയെങ്കിലും ഒരു പിടിവള്ളി നോക്കും. BJP-യിലാണെങ്കിൽ തരൂരിന് ദേശീയ തലത്തിലും ഇനി കേരളത്തിലാണെങ്കിലും തിളങ്ങുവാൻ ധാരാളം അവസരമുണ്ട്. തരൂർ BJP പാളയത്തിലെത്തിയാൽ സംശയിക്കേണ്ട, തരൂരായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ്സുകാർ തൊഴുത്തിൽ കുത്തി തമ്മിലടിച്ച് പാരവെച്ച് എല്ലാവരെയും ഒതുക്കാൻ നോക്കുമ്പോൾ ഇപ്രകാരം ഒരു ട്വിസ്റ്റ് എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ഇതും ഒരു പരിധിവരെ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം. കാരണം ഇവന്മാർ തമ്മിൽ തല്ലി പാരവെച്ച് ജനങ്ങളെ അത്രയ്ക്കും വെറുപ്പിച്ചു. അതുകൊണ്ട് ആ സാധ്യത ഞങ്ങൾ കാണുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.